വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴയ്ക്കടുത്തുള്ള തെയ്യപ്പാറ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലേക്കാണ്. എൻ്റെ യാത്രയുടെ ഉദ്ദേശം 1991 ഇറങ്ങിയ ഒരു കോമഡി റൊമാൻറ്റിക് ചിത്രമായ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന് പറയുന്ന ജയറാമേട്ടനും സുനിത ചേച്ചിയും തിലകൻ ചേട്ടനും അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അന്വേഷിച്ചാണ് എൻ്റെ യാത്ര. നാം തെയ്യപ്പാറ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ ആദ്യം കാണുന്ന ഈ ജംഗ്ഷൻ്റെ പേരാണ് കൊട്ടാരക്കോത്ത്. ഈ ജംഗ്ഷനിൽ നിന്നും കോഴിക്കോടേക്ക് KSRTC ബസ്, ഓർഡിനറി ബസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അല്പം മുന്നോട്ടേക്ക് പോകുമ്പോൾ ചെറുപുഴ എന്ന് പറയുന്ന പുഴയുടെ വലിയൊരു പാലം കാണുവാൻ കഴിയുന്നു. ഈ പാലം ആ സിനിമ ചിത്രീകരിച്ച കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ആ സിനിമയുടെ ചിത്രീകരണ കാലഘട്ടത്തിൽ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. നമ്മുടെ ആ സിനിമയിൽ തിലകൻ ചേട്ടനും വേറൊരാളും ആ തൂക്കുപാലത്തിലൂടെ കടന്നു വരുന്ന രംഗമുണ്ടല്ലോ, അതെല്ലാം ഈ പാലത്തിൻ്റെ സമീപപ്രദേശത്ത് വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതും കഴിഞ്ഞ് അല്പം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു യാക്കോബിറ്റ് കുരിശുപള്ളി നമ്മളെ എതിരേറ്റുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഈ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന് പറയുന്ന സിനിമയുടെ 60% ഷൂട്ടിങ്ങും ഈ ഭാഗങ്ങളിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ തെയ്യപ്പാറ ഗ്രാമത്തിന് അഭിമാനിക്കാൻ കഴിയും. 1990 മുതൽ 95 കാലഘട്ടങ്ങളിൽ ഒട്ടുമിക്ക സിനിമകളും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നതല്ലോ. നമ്മുടെ പപ്പുച്ചേട്ടൻ്റെ ചായക്കടയും അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ ബൈക്കും കൊണ്ട് വന്ന് പപ്പുച്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് കയറുന്ന രംഗവും എല്ലാം ഈ പ്രദേശത്ത് വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കുരിശിൻ്റെ അടുത്ത് അന്നൊരു ചായക്കട ഉണ്ടായിരുന്നല്ലോ, ആ സിനിമയിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. കൂടാതെ തന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളെല്ലാം ഈ റോഡിൽ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അന്ന് ഇത്ര വലിയ റോഡില്ലായിരുന്നു, ചെറിയ മണ്ണിട്ട റോഡായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ ജയറാമേട്ടൻ നടന്നു വരുന്ന ചില രംഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളിൽ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങി ഏകദേശം 32 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അന്നുള്ള ചില കെട്ടിടങ്ങളൊന്നും ഇല്ല. പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ മാത്രമേ ഇന്നിവിടെ കാണുവാൻ കഴിയുന്നുള്ളൂ. കൂടാതെ തന്നെ തിലകൻ ചേട്ടൻ്റെ വീടായിട്ട് കാണിക്കുന്നതും ഈ ഭാഗങ്ങളിൽ വെച്ചാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ആ വീട് അവിടെ ഇല്ല, പുതിയ കെട്ടിടം വന്നിരിക്കുന്നു അവിടെ. അങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. കൂടാതെ ആ സിനിമയിൽ ജയറാമേട്ടൻ്റെ വിവാഹം നടക്കുന്ന ഒരു ദേവാലയം കാണിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ആ ദേവാലയവും ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ടേക്ക് നീങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.